ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എക്സാമുകളിൽ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം സ്റ്റേജ് 3ഉം ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകൾ എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ നമ്മളെടുത്ത് ചെയ്തു ഇതെല്ലാം കൂട്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ഇനി നമ്മൾ പഠിക്കേണ്ടത് PSC എന്താണോ ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ചോദിച്ച കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും ആ ചോദ്യങ്ങളുമാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. കാർഡടിച്ചുള്ള പഠനമല്ല വേണ്ടത്, ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡിയാണ്. അപ്പോൾ അതിന് ഏറ്റവും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നവോത്ഥാന നായകന്മാരും അവരുടെ സംഘടനകളും സ്ഥാപകരും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നവോത്ഥാന സംഘടനകളും അതേപോലെ തന്നെ സ്ഥാപകരും എന്ന് പറയുന്ന ടോപ്പിക്. അതിൻ്റെ അകത്ത് ഏറ്റവും റീസെന്റ് മൂന്നാമത്തെ സ്റ്റേജിലും ചോദിച്ച ചോദ്യമായിരുന്നു വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ് എന്നുള്ളത്. വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് വിദ്യാഭോഷിണി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ സംഘടനയാണ്. ഏതെന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഈ സംഘടന എന്നാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അല്ലെങ്കിൽ SNDP എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് 1903. ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുവാണ്. ശൈവപ്രകാശ സഭ ആരുടെയാണ്? തൈക്കാട് അയ്യ ഗുരുവിന്റെ സംഘടനയാണ് ശൈവപ്രകാശ സഭ. ഇനി ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് സമത്വ സമാജം. അത് നമുക്കറിയാം, നമ്മുടെ ട്രിവാൻഡ്രം ജില്ലക്കാർക്ക് ആദ്യത്തെ ചോദ്യമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 7. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. എന്നാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1836 സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചത്. അടുത്തത് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സംഘടനയാണ് എന്ത്? സാധുജന പരിപാലന സംഘം. എന്നാണ് ഈ സംഘടന സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമായത്. അടുത്ത സംഘടനയാണ് ആത്മവിദ്യാ സംഘം. 1917 സ്ഥാപിതമായി. ആരാണ് ഈ സംഘടനയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, അപ്പോൾ ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദന്റെ സംഘടനയാണ്. അടുത്തതാണ് ആനന്ദ മഹാസഭ. ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണെങ്കിലും സംഘടനയാണെങ്കിലും എല്ലാത്തിൻ്റെയും അവസാനം ആനന്ദം എന്നുള്ള ആ ഒരു കോഡ് നമുക്ക് ഓർത്തിരിക്കാം. അതിലുമായി ബന്ധപ്പെട്ടാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണെങ്കിലും സംഘടനകളാലും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആനന്ദ മഹാസഭ 1918 സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്തതാണ് സഹോദര സംഘം. സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 സഹോദര സംഘം സ്ഥാപിക്കുന്നത്. 1917. ഇനി CMI CMC കുര്യാക്കോസ് ഏലിയാസ് ചവറയുടെ സംഘടനയാണ് CMIയും അതേപോലെ തന്നെ CMCയും. അതായത് ആദ്യമായിട്ട് പിടിയരി സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. അതേപോലെ തന്നെ ഒരച്ഛന്റെ ചാവരുൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ അതും ആരുടെ തന്നെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെയാണ്. ഓക്കെ, അടുത്തതാണ് PRDS, അതായത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഒരു കാലത്ത് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു PRDS താഴെ പറയുന്നവയിൽ ആരുടെ സംഘടനയാണെന്നുള്ളത്. അത് ആരുടെയാണ്? പൊയ്കേൽ യോഹന്നാന്റെ സംഘടനയാണ് PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. എന്നാണ് ഈ സംഘടന സ്ഥാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അടുത്തതാണ് ഇസ്ലാം ധർമ്മ പരിപാലന കേരള മുസ്ലിം ഐക്യ സംഘം, അതേപോലെ തന്നെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇതെല്ലാം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1920 ഈ സംഘടനകളെല്ലാം സ്ഥാപിക്കുന്നത്. ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെ, അടുത്തതാണ് തിരുവിതാംകൂർ ഈഴവ മഹാസഭ, അതേപോലെ തന്നെ മലബാർ ഇക്കണോമിക് യൂണിയൻ,
ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. ഈ സംഘടനയുടെ എല്ലാം സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ ഈഴവ മഹാസഭ, ഇക്കണോമിക് യൂണിയൻ ഗ്രേറ്റർ ഈഴവ, അതേപോലെ തന്നെ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ, ഇതിന്റെ എല്ലാം സ്ഥാപകൻ ഡോക്ടർ പൽപ്പു ആണ്. അടുത്തത് ഈഴവ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അത് TK മാധവനാണ്. പെട്ടെന്ന് എന്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്? ഈ പറയുന്ന നമ്മുടെ ഡോക്ടർ പൽപ്പുവിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, ഈഴവ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? TK മാധവനാണ്. എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1902 ഓക്കെ. അടുത്തത് നായർ സർവീസ് സൊസൈറ്റി. 1914 നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്നത്ത് പത്മനാഭന്റെ സംഘടനയായിരുന്നു ഏതെന്ന് പറയുന്നത്? NSS എന്ന് പറയുന്നത്, നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് കല്യാണദായിനി സഭ, ജ്ഞാനോദയം സഭ, അതേപോലെ സുധർമ്മ സൂര്യോദയ സഭ, അതേപോലെ അരയ വംശോദ്ധാരണി സഭ, അരയ സമാജം, അഖില കേരള മഹാസഭ, പണ്ഡിറ്റ് കറുപ്പന്റെയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, ഒത്തിരി തവണ PSC ചോദിച്ചങ്ങനെയാണ് ഈ പറയുന്ന കല്യാണദായിനി സഭ താഴെ പറയുന്നവയിൽ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ ആണ്. അതേപോലെ തന്നെ എന്താണ് ഇതും ചോദിച്ചിട്ടുണ്ട്, എന്ത്? സുധർമ്മ സൂര്യോദയ സഭ, ആ ഒരു സംഘടന ആരുടെയാണെന്നുള്ളതും PSC ചോദിച്ചിട്ടുണ്ട്. അത് ആരുടെയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ ആണ്. ഓക്കെ. അടുത്തത് കൊച്ചിൻ പുലയ മഹാസഭ, ആരുടെയാ? പണ്ഡിറ്റ് KP കറുപ്പന്റെ ആണ്. എന്നാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1913 ഏത്? കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിതമായത്. അടുത്തത് സമസ്ത കേരള അരയ സമാജം 1919. അതേപോലെ തന്നെ എന്താണ്? അരയ വംശ പരിപാലന യോഗം, അരയ സർവീസ് സൊസൈറ്റി, ഇതെല്ലാം ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേലുക്കുട്ടി അരയന്റെ സംഘടനയാണ്. ഓക്കെ, അപ്പോൾ സമസ്ത കേരള അരയ സമാജം, അതേപോലെ തന്നെ എന്താണ്? അരയ വംശ പരിപാലന യോഗം, അതേപോലെ തന്നെ അരയ സർവീസ് സൊസൈറ്റി, ഇതെല്ലാം ആരുടെയാണ്? വേലുക്കുട്ടി അരയന്റെ ആണ്. ഓക്കെ. അടുത്തത് കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ ആരുടെയാന്ന് ചോദിച്ചാൽ C കൃഷ്ണന്റെ ആണ്. കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ C കൃഷ്ണൻ. ഓക്കെ. അടുത്തത് തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ, പാമ്പാടി ജോൺ ജോസഫിന്റെ സംഘടനയാണ്. തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ, പാമ്പാടി ജോൺ ജോസഫ്. എന്നാണ് ഈ സംഘടന വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1921 പാമ്പാടി ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ നിലവിൽ വന്നത്. ഇനി ചേരമാൻ ദൈവസഭ ആരുടെയാന്ന് ചോദിച്ചാൽ അത് സോളമൻ മാർക്കോസിന്റെ ആണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യരുത്? കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതായത് സോളമൻ മാർക്കോസിന്റെ ആണ് ചേരമാൻ ദൈവസഭ. ചേരമാൻ ദൈവസഭ സോളമൻ മാർക്കോസ്. തിരുവിതാംകൂർ ചേരമാൻ മഹാസഭ ആരുടെയാന്ന് ചോദിച്ചാൽ അത് പാമ്പാടി ജോൺ ജോസഫിന്റെ ആണ്. ഓക്കെ. അടുത്തത് ജാതി നാശിനി സഭ ആരുടെയാന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ആനന്ദ തീർത്ഥന്റെ ആണ് ജാതി നാശിനി സഭ. അതേപോലെ തന്നെ സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആരുടെയാന്ന് ചോദിച്ചാൽ അത് ആഗമാനന്ദന്റെ ആണ്. സനാതന വിദ്യാർത്ഥി സംഘം എന്ന് പറയുന്നത് ആഗമാനന്ദന്റെ ആണ്. ഓക്കെ. അടുത്തത് ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. ഓക്കെ, ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. അടുത്തതാണ് കേരള പുലയ മഹാസഭ, PK ചാത്തൻ മാസ്റ്ററുടെ ആണ് കേരള പുലയ മഹാസഭ. അടുത്തത് അഭിനവ ഭാരത യുവ സംഘം AV കുഞ്ഞമ്പുവിന്റെ ആണ്. അഭിനവ ഭാരത യുവ സംഘം AV കുഞ്ഞമ്പു. വിദ്യാപോഷിണി സാംസ്കാരിക സംഘടന ആരുടെയാന്ന് ചോദിച്ചാൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ആരുടെയാണ്? സഹോദരൻ അയ്യപ്പന്റെ ആണ് വിദ്യാപോഷിണി സാംസ്കാരിക സംഘടന. ഓക്കെ, അപ്പോൾ 25ഓളം എന്താണ് സംഘടനകളാണ് നമ്മൾ പഠിച്ചത്. ആരാണ് അവരുടെ സ്ഥാപകരെന്ന് നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ഇതിൻ്റെ അകത്ത് പഠിച്ചേണ്ട. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിതമായത് 1903 ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യ ഗുരു. സമത്വ സമാജം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് 1836 വൈകുണ്ഠസ്വാമി. സാധുജന പരിപാലന സംഘം ആരുടെയാന്ന് ചോദിച്ചാൽ 1907 അയ്യങ്കാളി. ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര സംഘം 1917 സഹോദരൻ അയ്യപ്പൻ. CMI CMC കുര്യാക്കോസ് ഏലിയാസ് ചവറ നേതൃത്വത്തിൽ തുടങ്ങിയതാണ്. PRDS പ്രത്യക്ഷ രക്ഷ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ.
ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇത് 1920 സ്ഥാപിതമായത്. ആരാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് തിരുവിതാംകൂർ ഈഴവ സഭ, മലബാർ ഇക്കണോമിക് യൂണിയൻ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ. ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങിയത്. ഈഴവ അസോസിയേഷൻ TK മാധവൻ 1902. നായർ സർവീസ് സൊസൈറ്റി ആണെങ്കിൽ 1914. NSS 1914 മന്നത്ത് പത്മനാഭൻ. കല്യാണദായിനി സഭ, ജ്ഞാനോദയം സഭ, സുധർമ്മ സൂര്യോദയ സഭ, അരയ വംശോദ്ധാരണി സഭ, അരയ സമാജം, അഖില കേരള മഹാസഭ. ഇതെല്ലാം ആരുടെ നേതൃത്വത്തിലാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. മോസ്റ്റ്ലി ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം. അടുത്തത് കൊച്ചിൻ പുലയ മഹാസഭ 1913, പണ്ഡിറ്റ് കറുപ്പൻ. സമസ്ത കേരള അരയ സമാജം 1919, അരയ വംശ പരിപാലന യോഗം, അരയ സർവീസ് സൊസൈറ്റിയും വേലുക്കുട്ടി അരയൻ. ഇനി കോഴിക്കോട് മഹാബോധി സഭ, ബുദ്ധ മിഷൻ, C കൃഷ്ണന്റെ ആണ്. തിരുവിതാംകൂർ ചേരമാൻ സഭ 1921, പാമ്പാടി ജോൺ ജോസഫ്. ചേരമാൻ സഭ ആരുടെയാന്ന് ചോദിച്ചാൽ സോളമൻ മാർക്കോസിന്റെ ആണ് ചേരമാൻ ദേവസഭ. ജാതിനാശിനി സഭ 1933, ആനന്ദ തീർത്ഥൻ. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആഗമാനന്ദൻ. ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവൻ. കേരള പുലയ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. അഭിനവ ഭാരത യുവ സംഘം AV കുഞ്ഞമ്പു. വിദ്യാപോഷിണി സാംസ്കാരിക സംഘടന സഹോദരൻ അയ്യപ്പൻ. ഇത്രയും കാര്യമെങ്കിലും മക്കളെ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ചോദ്യം അടുത്തൊരു എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് കേരളത്തിലെ കലാപങ്ങളും വർഷങ്ങളും. നമ്മുടെ അടുത്ത് ഏറ്റവും ആദ്യത്തെ എക്സാമിന് തന്നെ ട്രിവാൻഡ്രം ജില്ലക്കാർക്ക് ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏതാണ്? വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇതിന്റെ ഇയർ കൂടി നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ മാത്രമാണ് കാലഗണനക്രമത്തിൽ നമുക്ക് എടുത്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും 1 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാണ്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. കുളച്ചൽ യുദ്ധം 1741 കുളച്ചൽ യുദ്ധം. തൃപ്പടിദാനം 1750. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 കുണ്ടറ വിളംബരം 1809. ഇനി കുറിച്യർ ലഹള നടന്ന വർഷം 1812 മാർച്ച് 25. ഡിഗ്രി ലെവലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതാണോ മന്ത് അതും പഠിക്കണം, അതേപോലെ തന്നെ ഡേറ്റും പഠിക്കണം. അപ്പൊ മൊത്തമായിട്ട് പഠിച്ചു വെച്ചോ. കുറിച്യർ ലഹള 1812 മാർച്ച് 25. ചാന്നാർ ലഹള നടന്ന വർഷം 1859 ജൂലൈ 26. മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1. ഒത്തിരി തവണ ചോദിച്ചതാണ് ഈ ചോദ്യം. ഈഴവ മെമ്മോറിയൽ 1896 സെപ്റ്റംബർ 3. തളിക്ഷേത്ര പ്രക്ഷോഭം 1917. മലബാർ കലാപം 1921. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 മാർച്ച് മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെ. അതായത് PSC ചോദിച്ചിട്ടുണ്ട് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. അപ്പോൾ 1924 മാർച്ച് മുതൽ 1925 നവംബർ 23 വരെ നീണ്ടു നിന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹം 1930. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. നിവർത്തന പ്രക്ഷോഭം 1932. നമ്മളിത് കോഡ് പഠിച്ചിട്ടുണ്ട്. ഉഗുനി എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് കഴിഞ്ഞാൽ 30, 31, 32. നോക്കിയേ, ആദ്യത്തെ ലെറ്റർ ഉ 30, അടുത്ത ഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32. അപ്പൊ ഉഗുനി 30, 31, 32. ഉഗുനി 30, 31, 32. ആ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മറക്കൂല. ഉപ്പ് സത്യാഗ്രഹം 30 ഗുരുവായൂർ സത്യാഗ്രഹം 31, നിവർത്തന പ്രക്ഷോഭം 32. ഞാനിത് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഇനി രണ്ടാമതൊന്നും ഈ വീഡിയോ വന്ന് കാണാനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? ഒറ്റയടിക്ക് തന്നെ റിവിഷൻ ആയിട്ട് അങ്ങ് പോവുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി വൈദ്യുതി പ്രക്ഷോഭം 1936 വൈദ്യുതി പ്രക്ഷോഭം നടക്കുന്നത്. നമുക്കറിയാം ഒത്തിരി തവണ PSC ചോദിച്ചാണ് ഈ വൈദ്യുതി പ്രക്ഷോഭം നടന്ന ജില്ല ഏതാന്നുള്ളത്.
തൃശ്ശൂർ ജില്ലയിലാണ് ചന്ദ്രിക കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വന്ന ആരാണ് ദിവാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RK ഷൺമുഖൻ ചെട്ടിയാണ് ഇതിൻ്റെ അകത്ത് വന്ന ദിവാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12-നാണ്. ഒത്തിരി തവണ ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം ചോദിച്ചിട്ടുണ്ട് PSC. അടുത്തതാണ് കല്ലറ പാങ്ങോട്ട് സമരം. 1938-ലാണ് കല്ലറ പാങ്ങോട്ട് സമരം. മൊറാഴ സമരം നടന്നത് 1940-ലാണ് മൊറാഴ സമരം. അടുത്തത് കയ്യൂർ സമരം എന്നാണ്? 1941-ലാണ് കയ്യൂർ സമരം. അടുത്തത് കരിവള്ളുവർ സമരം എന്ന 1946-ലാണ് കരിവള്ളുവർ സമരം. 1946. അടുത്തത് തോൽവിറക് സമരം എന്ന 1946 തന്നെയാണ് തോൽവിറക് സമരം. ഓക്കെ, അപ്പോൾ കരിവള്ളുവര്, തോൽവിറക്, അതേപോലെ തന്നെയാണ് ഇത് പുന്നപ്ര വയലാർ സമരം നടന്നത് 1946-ലാണ്. അപ്പോൾ ഈ 3 സമരങ്ങളും ഓർത്തു വെച്ചോ. 3ന്റെയും ഡേറ്റ് എന്താണ്? ഒന്ന് തന്നെയാണ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 46 തന്നെയാണ് കരിവള്ളുവര്, 46 തന്നെയാണ് തോൽവിറക്, 46 തന്നെയാണ് പുന്നപ്ര വയലാർ സമരം. അടുത്തത് പാലിയം സത്യാഗ്രഹം 1947. മാഹി വിമോചന സമരം 1948. ഒരണ സമരം 1957. മുത്തങ്ങ സമരം 2003. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം 26 വർഷങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എന്നും ചോദിക്കുന്നതാണ്. ബേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട്. അവർക്ക് കൂടിയും എന്താണ് ഈ ഒരു കാര്യം ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വർഷങ്ങൾ ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ വൈക്കം സത്യാഗ്രഹം 1924, ചാന്നാർ ലഹള എന്നാ നടന്നത്? 1859-ലാണ് ചാന്നാർ ലഹള നടന്നത്. അതേപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം 1936. അതേപോലെ തന്നെ എന്താണ്? മലബാർ കലാപം 1921. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പഞ്ചവത്സര പദ്ധതികൾ ഒത്തിരി തവണ എന്ത് ചെയ്തേണ്ട PSC വീണ്ടും ചോദിച്ച മറ്റൊരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികളും അവയുടെ ലക്ഷ്യങ്ങളും. ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം സ്റ്റേജ് 3-ൽ PSC ചോദിച്ചു. അതേപോലെ തന്നെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? വീണ്ടും എന്ത് ചെയ്തു? ആ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്താകാം? നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? പഞ്ചവത്സര പദ്ധതികൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. അതിന്റെ ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോസഫ് സ്റ്റാലിനാണ് പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഓക്കെ, ഇനി 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ എന്ന് വരെയായിരുന്നു? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1ാം പഞ്ചവത്സര പദ്ധതി നടന്ന കാലം ചോദിച്ചു കഴിഞ്ഞാൽ 1951. കണ്ടോ, 1951 മുതൽ 56 വരെയായിരുന്നു 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനമായിരുന്നു ലക്ഷ്യമിട്ടത്. ഓക്കെ, അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി എന്നാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ 1951 മുതൽ 1956 വരെ. എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് മക്കളെ? കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് മുതൽ എന്ന് വരെയായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി? 1956 മുതൽ 1961 വരെയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. എന്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാവസായിക വികസനത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി. ഇനി അടുത്തതാണ് 3ാം പഞ്ചവത്സര പദ്ധതി. എന്ന് മുതൽ എന്ന് വരെയാ? 1961 മുതൽ 1966 വരെയുള്ള കാലഘട്ടമാണ് 3ാം പഞ്ചവത്സര പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ് പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിച്ചാൽ ഭക്ഷ്യ സ്വയം പര്യാപ്ത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഓക്കെ, അപ്പോൾ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും അതേപോലെ തന്നെ എന്താണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കുമാണ് 3ാം പഞ്ചവത്സര പദ്ധതി എന്ത് ചെയ്തത്? പ്രാധാന്യം കൊടുത്തത്. അടുത്തതാണ് 4ാം പഞ്ചവത്സര പദ്ധതി. എന്ന് മുതൽ എന്ന് വരെയാ? 1969 മുതൽ 1974 വരെയാണ് ഏത്? 4ാം പഞ്ചവത്സര പദ്ധതി. സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പഞ്ചവത്സര പദ്ധതിയുമായിട്ടുള്ള ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹോട്ട് ടോപ്പിക്സിൽ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ
ഇത് ഏകദേശം ഒരു എന്താണ് ഒരു പഞ്ചവത്സര പദ്ധതി ഒരു ക്ലാസ്സിൽ ചെയ്യാനുള്ള ടോപ്പിക് ഉണ്ട്. അപ്പോൾ ഇത് വിശദമായിട്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ ചർച്ച ചെയ്ത് പോയേക്കുന്നതാണ്. ആവശ്യമുള്ളവർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി. ഓക്കെ, അതിന്റെ പ്ലേലിസ്റ്റ് നമ്മൾ കിടക്കുന്നുണ്ട്. 75 ഹോട്ട് ടോപ്പിക്സ് നമ്പർ കൊണ്ട് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ മതി. ഓക്കെ, ഇനി 5ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1974 മുതൽ 1978 വരെയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്ന ഒരു ചോദ്യവും ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം തുടച്ചു മാറ്റൂ എന്ന് പറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതു പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? അത് ഏത് പദ്ധതിയാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. ആരാണ് ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ ഏതു പ്രധാനമന്ത്രിയാണ് ഉയർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഗരീബി ഹട്ടാവോ, അതായത് ദാരിദ്ര്യം തുടച്ചു മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അടുത്തത് 6ാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 1985 വരെയാണ് എന്തെന്ന് പറയുന്നത്? 6ാം പഞ്ചവത്സര പദ്ധതി. അതായത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ് 6ാം പഞ്ചവത്സര പദ്ധതി. അടുത്തതാണ് 7ാം പഞ്ചവത്സര പദ്ധതി. എന്ന് മുതലാ? 1985 മുതൽ 1990 വരെ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഇതായിരുന്നു എന്ത്? 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി 1992 മുതൽ 1997 വരെ, അതായത് മാനവശേഷി വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. 9ാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ, ഗ്രാമീണ വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം, ഇതായിരുന്നു 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് 10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെയാണ് എന്ത്? ഈ പറയുന്ന 10ാം പഞ്ചവത്സര പദ്ധതി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. അടുത്തത് 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ്. മുഴുവൻ ജനവിഭവങ്ങളുടെയും സമഗ്ര വികസനമാണ് ഇത് ലക്ഷ്യമിടുന്നത്. എന്ത്? 11ാം പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെയാണ് മുഴുവൻ ജനവിഭവങ്ങളുടെയും സമഗ്ര വികസനം. അടുത്തതാണ് 12ാം പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പഞ്ചവത്സര പദ്ധതികളും അവയുടെ മാതൃകകളും. എന്നും PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം ഇതിൻ്റെ ഒന്ന് വരാറുണ്ട് എക്കണോമിക്സിലെ. 1ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഹരോഡ് ഡോമർ മാതൃക. ഹരോഡ് ഡോമർ മാതൃക. ഓക്കെ, അപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? ഹരോഡ് ഡോമർ മാതൃകയാണ് 1ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? മഹലനോബിസ് മാതൃക എന്ന് പറയുന്നത്. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. അടുത്തതാണ് 8ാം പഞ്ചവത്സര പദ്ധതി. എന്താണ്? മൻമോഹൻ മോഡൽ മാതൃകയാണ് ഏത്? 8ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? മൻമോഹൻ മോഡൽ. അപ്പോൾ ഓർത്തു വച്ചോ, പഞ്ചവത്സര പദ്ധതികളും അവയുടെ മാതൃക ഏത് മോഡലാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1 ഹരോഡ്, 2 മഹലനോബിസ്, അതായത് 8 എന്ന് പറയുന്നത് മൻമോഹൻ മോഡൽ. ഓക്കെ, ഇനി നമുക്കറിയാം 2ാം പഞ്ചവത്സര പദ്ധതി ആ ഒരു സമയത്ത് രൂപം കൊണ്ട ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? PSC അത് എന്താണ് എക്കണോമിക്സിലും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വ്യവസായം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലും എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിതെന്ന് പറയുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത്? ഭിലായി, റഷ്യ, ഛത്തീസ്ഗഡ്. ഭിലായി ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ് ആണ്. ഈ ഇരുമ്പുരുക്കുശാലയ്ക്ക് സഹായിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. ഓക്കെ, അപ്പോൾ ഭിലായി, ഛത്തീസ്ഗഡ്, റഷ്യയാണ് സഹായിച്ചത്. ഇനി റൂർക്കേല എവിടെയാ? ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹായിച്ച രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂർക്കേല, ഒഡീഷ, ജർമ്മനി. അടുത്തത് ദുർഗാപൂർ ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആരാണ് സഹായിച്ചത്? ബ്രിട്ടൻ ആണ് സഹായിച്ചത്. ഓക്കെ, അപ്പോൾ
ഭിലായ്, റൂർക്കേല, ദുർഗാപൂർ. ഓക്കെ, ഇത് മൂന്നും പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. സഹായിച്ച രാജ്യവും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്നുള്ളത് എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്, എല്ലാ എക്സാമുകളിലും സ്റ്റേജ് 1 ചോദിച്ചു, സ്റ്റേജ് 2 ചോദിച്ചു, സ്റ്റേജ് 3യും എന്ത് ചെയ്തു, ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അപ്പോൾ പ്രസ്താവന രീതിയിലുള്ള ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് വന്നത്, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന എന്താണ് സഭയാണ് എന്തെന്ന് പറയുന്നത്, ഭരണഘടനാ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്നാണ്, 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്, 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9. മുസ്ലിം ലീഗാണ് ഈ സമ്മേളനം ബഹിഷ്കരിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ബഹിഷ്കരിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, മുസ്ലിം ലീഗാണ് എന്ത് ചെയ്തത്, ഈ ഒരു സമ്മേളനം ബഹിഷ്കരിച്ച ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. അപ്പോൾ ഇന്ന് അറിയപ്പെടുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്ന പേരിലാണ് ഏതറിയപ്പെടുന്നത്, ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഒത്തിരി തവണ PSC ചോദിച്ചേക്കണ സ്റ്റോക്ക് GK ആണ് ഈ പറയുന്ന ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് JB കൃപലാനി. ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ഈ പറയുന്ന ആളെന്ന് പറയുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അദ്ദേഹമായിരുന്നു ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ആരാ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്ഥിരം അധ്യക്ഷനായിട്ട് എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 11. അപ്പോൾ എന്നാണ് ആദ്യം രൂപീകരിച്ചത്? 1946 ഡിസംബർ 6. ആദ്യ സമ്മേളനം ചേർന്ന് 1946 എന്നാണ്, ഡിസംബർ 9-നാണ്. ഇനി എന്താണ് ആദ്യ യോഗം 1946 ഡിസംബർ 9. ഇനി എന്താണ് സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നത് 46 ഡിസംബർ 11-നാണ്. ഓക്കെ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അതാണ് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഓക്കെ, അപ്പോൾ TT കൃഷ്ണമാചാരിയും HC മുഖർജിയുമാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് എന്ന് ചോദിക്കാറുണ്ട്. 1946 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22. അപ്പോൾ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ജനുവരി 22. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളികൾ. 17 പേര്, അതായത് വനിതകൾ ഉൾപ്പെടെയാണ് ഈ പറയുന്ന 17 പേരെന്ന് പറയുന്നത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 3 പേരാണ്. ഓക്കെ,
അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 എണ്ണമാണുള്ളത്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് തിരുവിതാംകൂറിൽ നിന്നും പട്ടം താണുപിള്ള, ആർ ശങ്കർ, അതേപോലെ തന്നെ PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ നിന്നും ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇനി കൊച്ചിയിൽ നിന്നും വന്നതാണ് ആരെന്ന് പറയുന്നത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. കൊച്ചിയിൽ നിന്നും പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഓക്കെ. ഇനി മദ്രാസിൽ നിന്നും അതായത് മലബാർ, ഓക്കെ, K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അതേപോലെ തന്നെ യുണൈറ്റഡ് പ്രോവിൻസ് അതായത് UP-യിൽ നിന്നും വന്നതാണ് ഡോക്ടർ ജോൺ മത്തായി. അതേപോലെ തന്നെ വനിതകളാണ് 3 പേര് നമ്മൾ പറഞ്ഞു. അതായത് ആനി മസ്കറിൻ തിരുവിതാംകൂറിൽ നിന്നാണ് വരുന്നത്, അമ്മു സ്വാമിനാഥൻ മദ്രാസിൽ നിന്നാണ് വരുന്നത്, ദാക്ഷായണി വേലായുധൻ മദ്രാസ്. ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മക്കളെ അതായത് എന്താണ് UP-യിൽ നിന്നുമുള്ള ജോൺ മത്തായി. PSC ചോദിക്കാറുണ്ട്. യുണൈറ്റഡ് പ്രോവിൻസസിൽ നിന്നും ഡോക്ടർ ജോൺ മത്തായി ആണ്. അതേപോലെ തന്നെ താഴെ പറയുന്നവയിൽ വനിതകൾ ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നുള്ളത് ചോദിക്കാറുണ്ട്. ആനി മസ്കറിൻ തിരുവിതാംകൂര്, അമ്മു സ്വാമിനാഥൻ മദ്രാസ്, ദാക്ഷായണി വേലായുധൻ മദ്രാസ്. അതേപോലെ തന്നെ പിന്നെ ചോദിക്കാറുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികൾ 17 പേരാണ് മലയാളികൾ, വനിതകൾ ഉൾപ്പെടെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന 17 പേരെന്ന് പറയുന്നത്. അതിൽ മലയാളി വനിതകൾ എത്രയാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് 3 എണ്ണമാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം അതായത് ഇന്ത്യ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 299 പേരാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ സ്വാതന്ത്ര്യത്തിന് ശേഷം അതായത് ഇന്ത്യ വിഭജനത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 299. അതായത് 229 + 70. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുടെ അംഗങ്ങളുടെ എണ്ണം 296-ൽ നിന്നും എത്രയാവുകയാണ് 229 ആവുകയാണ്. അതേപോലെ തന്നെ എന്താണ് പ്രിൻസ്ലി സ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണം 93-ൽ നിന്നും എത്രയായി 70 എണ്ണമായിട്ട് കുറയുകയാണ്. ഓക്കെ. അപ്പോൾ 229 അങ്ങനെ എന്താണ് 70 കൂട്ടിയാണ് എത്രയായത് 299 ആകുന്നത്. ഓക്കെ. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് 17 പേരാണുള്ളത്. വിഭജനത്തിന് ശേഷം എന്താണ് വനിതാ അംഗങ്ങളുടെ എണ്ണം എത്രയാവുകയാണ് 15 എണ്ണമായിട്ട് കുറയുകയാണ്. ഓക്കെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അമ്മു സ്വാമിനാഥൻ, രണ്ടാമത്തേത് ആനി മസ്കറിൻ, മൂന്നാമത്തെ ദാക്ഷായണി വേലായുധൻ, നാലാമത്തെ ബീഗം ഐസ റസൂല്, അടുത്തത് ദുർഗാഭായ് ദേശ്മുഖ്, അടുത്തതാണ് ഹൻസ ജീവരാജ് മേത്ത, കമല ചൗധരി, ലീല റോയ്, മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജകുമാരി അമൃത് കൗർ, രേണുക റായി, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഇങ്ങനെ 15 പേരാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ 15 വനിതകൾ എന്ന് പറയുന്നത്. ഇത്രയും പേരാണ്. അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ, ബീഗം ഐസ റസൂല്, ദുർഗാഭായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, ഓക്കെ, കമല ചൗധരി, അതേപോലെ തന്നെ ആരാണ് പിന്നുള്ളതാണ് ലീല റോയ്, അതേപോലെ മാലതി ചൗധരി, പൂർണിമ ബാനർജി, രാജകുമാരി അമൃത കൗർ, രേണുക റായി, സരോജിനി നായിഡു, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വച്ചേക്കുക. ഓക്കെ. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത് ആനയാണ്. ഓക്കെ. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ മുദ്രയായി തെരഞ്ഞെടുത്തത് എന്തിനാ ചോദിച്ചാൽ എന്തിനാ മക്കളെ ആനയാണ്. ഓക്കെ. ഇനി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BN റാവു. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. LDC ചോദിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് LGS ലെവലിലും അതേപോലെ ഡിഗ്രി ലെവലിലും ചോദിച്ച ചോദ്യമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാ BN റാവു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ HVR അയ്യങ്കാർ ആണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് HVR അയ്യങ്കാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് എന്ത് ചെയ്യുക, 1-2 തവണ ഇത് എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് മറ്റു രാജ്യങ്ങളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? എപ്പോഴും PSCക്ക്, അതായത് ഒന്നാമത്തെ ഘട്ടത്തിൽ ചോദിച്ചു, രണ്ടാമത്തെ ഘട്ടത്തിൽ ചോദിച്ചു, മൂന്നാമത്തെ ഘട്ടത്തിൽ എന്ത് ചെയ്തു, ഇത് തന്നെ ചോദിച്ചു. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണുള്ളത്? ഇന്ത്യൻ ഭരണഘടന എന്താണ്, എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ ഏവ? അതും എന്ത് ചെയ്തു, വീണ്ടും ചോദിച്ചു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ഈ പറയുന്ന എന്താണ്, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും 1 മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് അയർലൻഡാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, അതും എവിടെ നിന്ന് തന്നെയാ? അയർലൻഡിൽ നിന്ന് തന്നെ കടമെടുത്തതാണ്. രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്ക. കൺകറന്റ് ലിസ്റ്റ് എവിടെ നിന്നാ? ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തതാണ് കൺകറന്റ് ലിസ്റ്റ്. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എവിടെ നിന്നാ? ഓസ്ട്രേലിയയിൽ നിന്നും കടമെടുത്തതാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. മക്കളെ, അങ്ങനെയാണെങ്കിൽ സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്താണ് സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇന്നത്തെ ചോദ്യമാണ് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി വ്യവസായ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയയാണ്. അപ്പോൾ വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ. ഗവർണർ പദവി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഫെഡറലിസ്റ്റ് സിസ്റ്റം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, ഫെഡറൽ സിസ്റ്റം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി ആണ്. ഓക്കെ, അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കൽ ഏതാണ്? വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാ? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ. ഓക്കെ, അപ്പോൾ മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ്. ഓക്കെ, ഇനി ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും എവിടെ നിന്നാ? റഷ്യയിൽ നിന്നാണ് ആസൂത്രണവും പഞ്ചവത്സര പദ്ധതികളും. അടുത്തത് സാമ്പത്തിക നീതി, സാമൂഹിക നീതി, രാഷ്ട്രീയ നീതി റഷ്യയിൽ നിന്നാണ്. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എവിടെ നിന്നാ? ഫ്രാൻസിൽ നിന്നും കടമെടുത്തതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. റിപ്പബ്ലിക് എന്ന ആശയം എവിടെ നിന്നാ? ഫ്രാൻസിൽ നിന്നാണ്. ഇനി നിയമസ്ഥാപിതമായ വ്യവസ്ഥ അതെവിടെ നിന്നാ? ജപ്പാനിൽ നിന്നാണ് നിയമസ്ഥാപിതമായ വ്യവസ്ഥ, ജപ്പാൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഏക പൗരത്വം, അതേപോലെ തന്നെ നിയമവാഴ്ച, അതേപോലെ നിയമസമത്വം, നിയമനിർമ്മാണം, തെരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റികൾ, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്തം, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാ? ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഏകപൗരത്വം, നിയമവാഴ്ച, നിയമസമത്വം, നിയമനിർമ്മാണം, തെരഞ്ഞെടുപ്പ് സംവിധാനം, ദ്വിമണ്ഡല സമ്പ്രദായം, സ്പീക്കർ പദവി, പാർലമെന്ററി കമ്മിറ്റി, ക്യാബിനറ്റ് സമ്പ്രദായം, പ്രധാനമന്ത്രി പദവി, കൂട്ടുത്തരവാദിത്തം, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തതാണ്. ഇനി ലിഖിത ഭരണഘടന ആമുഖം, നിയമത്തിന്റെ തുല്യ പരിരക്ഷ, മൗലിക അവകാശങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഉപരാഷ്ട്രപതി എന്ന പദവി, ഇത്രയും കാര്യങ്ങൾ എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അടുത്തത് ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ, ക്വാസി ഫെഡറൽ, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന ആശയം, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും, അവശിഷ്ട അധികാരങ്ങൾ, പ്രസിഡന്റ് സുപ്രീം കോടതിയിൽ നിന്ന് നിയമോപദേശം തേടാനുള്ള, സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന്റെ നിയമോപദേശം തേടാനുള്ള സമ്പ്രദായം, സംസ്ഥാന ഗവർണർമാരെ കേന്ദ്രം നിയമിക്കുന്നു. ഇതെല്ലാം എവിടെ നിന്നാ?
കാനഡയിൽ നിന്നും എടുത്തതാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. കടമെടുത്ത ആശയങ്ങൾ. ഓക്കെ, അപ്പോൾ കടമെടുത്ത ആശയങ്ങൾ പ്രിയപ്പെട്ടതാണ് PSCക്ക്. ഉറപ്പായിട്ടും ഒരു ചോദ്യം എന്ത് ചെയ്യാം, അടുത്തൊരു എക്സാമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഗവൺമെന്റിന്റെ ഘടന. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്നു. അതിന് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. ഒന്നാണ് എന്തെന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്, 2 കാര്യനിർവഹണ വിഭാഗം, 3 നീതിന്യായ വിഭാഗം. ഓക്കെ, അപ്പോൾ ഗവൺമെന്റിന്റെ ഘടനയിൽ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഈ പറയുന്ന നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതില് നിയമങ്ങൾ നിർമ്മിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് ആരെന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗം. ഇനി നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാണ് നീതിന്യായ വിഭാഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണം എന്താണെന്നും കാര്യനിർവഹണം എന്താണെന്നും നീതിന്യായവും ഒത്തിരി ടോപ്പിക്സ് ആണ് അതെന്ന് പറയുന്നത്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ക്ലാസ്സിനുള്ളുണ്ട്. അപ്പോൾ വളരെ ഷോർട്ടാക്കി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ഇന്ത്യയിലെ ഗവൺമെന്റ് നിയമനിർമ്മാണ വിഭാഗം രാഷ്ട്രപതി ലോകസഭയാണ് നിയമനിർമ്മാണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതേപോലെ തന്നെ എന്താണ് പ്രധാനമന്ത്രി, മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രി, മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം. നീതിന്യായ വിഭാഗമാണ് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, അതേപോലെ തന്നെ മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതികൾ. ഓക്കെ, ഈ 3 ഘടകങ്ങളുടെയും യോജിച്ചുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുകയും ഇവയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടന എന്ന് പറയുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന ഏതൊക്കെയാണ് നിയമനിർമ്മാണവും അതേപോലെ തന്നെ കാര്യനിർവഹണവും നീതിന്യായ വിഭാഗം, ഈ 3 ഘടകങ്ങളും യോജിച്ചുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുന്നു. ഓക്കെ, അതേപോലെ ഇവയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത് ഭരണഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കിക്കോ. അടുത്താണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയെ കുറിച്ച് ഉറപ്പായിട്ടും ഒരു ചോദ്യം എന്ത് ചെയ്യാം, അടുത്തൊരു എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്താണ് സ്റ്റേജ് 1 ചോദിച്ചു, സ്റ്റേജ് 2 ചോദിച്ചു, സ്റ്റേജ് 3യും എന്ത് ചെയ്തു ചോദിച്ചു. ഓക്കെ, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതാ എന്നുള്ളതാണ് സ്റ്റേജ് 1 ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ എന്നറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത് രാഷ്ട്രപതി. ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപൻ, ഇന്ത്യയുടെ ഭരണഘടനാപരമായ തലവൻ, ഇന്ത്യയുടെ ഐക്യത്തിന്റെയും സമഗ്രതയുടെയും ഐക്യദാർഢ്യം പ്രതീകമായി പ്രവർത്തിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഐക്യത്തിന്റെയും സമഗ്രതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രതീകമായി പ്രവർത്തിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്. സായുധ സേനാ വിഭാഗങ്ങളുടെ പരമോന്നത മേധാവി, പ്രതിരോധ സേനകളുടെ പരമാധികാരി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ പ്രസിഡന്റ് തന്നെയാണ്. പ്രസിഡന്റ് ഇന്ത്യക്ക് ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 53 ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ് എന്ന് പ്രതിപാദിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ആരിലാണ് പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 54 എന്ത് പ്രസിഡന്റ് ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കിൾ 54. ഇനി ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പരാമർശിക്കുന്നത് അനുച്ഛേദം 54 തന്നെയാണ് ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്ത് നിന്നാ അയർലൻഡിൽ നിന്നും കടമെടുത്ത ആശയമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ആർട്ടിക്കിൾ 55 രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ നടപടികളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 55 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ. അടുത്തത് ആർട്ടിക്കിൾ 56 എന്താണ്, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് കാലാവധിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്.
എന്നാണോ അധികാരത്തിൽ പ്രവേശിക്കുന്നത് അന്നു മുതൽ 5 വർഷമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 57 വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള അർഹതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 57. ഇന്ത്യൻ പ്രസിഡന്റ് എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മത്സരിക്കാവുന്നതാണ്. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഏറ്റവും കൂടുതൽ തവണ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലാതെ മറ്റാരും എന്ത് ചെയ്തിട്ടില്ല, ഒന്നിലധികം തവണ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടില്ല. ഇനി ആർട്ടിക്കിൾ 58, അതായത് പ്രസിഡന്റായി മത്സരിക്കാനുള്ള യോഗ്യതയെക്കുറിച്ചും അതേപോലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക എത്രയാണെന്ന് ചോദിച്ചാൽ 15,000 രൂപയാണ് പ്രസിഡന്റ് ഇലക്ഷനിൽ കെട്ടിവെക്കേണ്ട തുക എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 59 പ്രസിഡന്റിന്റെ ഔദ്യോഗിക പദവിയുമായി സംബന്ധിച്ച വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 59. ഇനി ആർട്ടിക്കിൾ 60 പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 60 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 61 രാഷ്ട്രപതി ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതിയെ പുറത്താക്കുന്നത് എങ്ങനെയാ, ഇംപീച്ച്മെന്റ് വഴിയാണ്. അങ്ങനെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 62 പ്രസിഡന്റ് രാജിവെക്കുന്നതും നീക്കം ചെയ്യപ്പെടുകയും മരണം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 6 മാസത്തിനകം പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ആർട്ടിക്കിൾ 62. അപ്പോൾ പ്രസിഡന്റ് എന്താണ്, രാജിവെക്കുകയോ അല്ലെങ്കിൽ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് പുതിയൊരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണമെന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 62. പ്രസിഡന്റിന്റെ അഭാവത്തിൽ ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി പാർലമെന്റിന്റെ സഹായമില്ലാതെ നിയമനിർമ്മാണം നടത്താനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർഡിനൻസ് എന്ന് വിളിക്കുന്നത്. ഓർഡിനൻസ് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. 1, 2, 3 ഓടിക്കോ എന്ന് ഓർത്താൽ മതി. ഓർഡിനൻസ് 1, 2, 3 ഓടിക്കോ. ഓക്കെ, ഇനി ഒരു ഓർഡിനൻസിന്റെ കാലാവധി PSC ചോദിച്ചേക്കണെയാണ്. ഒരു ഓർഡിനൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 മാസമാണ് ഒരു ഓർഡിനൻസിന്റെ കാലാവധി. പ്രസിഡന്റ് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? പ്രസിഡന്റിന്റെ പൊതുമാപ്പ്, പാർഡനിങ് പവർ ഓഫ് പ്രസിഡന്റ് ആണ് എന്തെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 72 ആണ് പ്രസിഡന്റിന്റെ പൊതുമാപ്പ്. ഇനി പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അന്തിമ അനുമതി നൽകുന്നത് പ്രസിഡന്റ് ആണ്. പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അന്തിമ അനുമതി നൽകുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി രാഷ്ട്രപതി ഒരു ബില്ലിന്മേൽ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് വീറ്റോ പവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ രാഷ്ട്രപതി ഒരു ബില്ലിന്മേൽ വിസമ്മതം പ്രകടിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് വീറ്റോ പവർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പ്രസിഡന്റിന്റെ വീറ്റോ പവറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? അതാണ് 111. ഓർഡിനൻസ് ആണ് 123. പാർഡനിങ് പവർ അതായത് എന്താണ് ഈ പറയുന്ന പൊതുമാപ്പാണ് 72. ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. അതേപോലെ തന്നെ പ്രസിഡന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ പരാമർശിക്കുന്നത് 52 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പുറത്തു വയ്ക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ദ്രൗപദി മുർമു നമ്മുടെ ഇപ്പോഴത്തെ രാജ്യത്തിന്റെ 15ാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. രാജ്യത്തിന്റെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഓക്കെ, അപ്പോൾ രാജ്യത്തിന്റെ 15ാമത്തെ രാഷ്ട്രപതി, രാജ്യത്തിന്റെ 2ാമത്തെ വനിതാ രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അതും ദ്രൗപദി മുർമു ആണ്. സാന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ദ്രൗപദി മുർമു. സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി. ഇന്ത്യയിൽ ഭരണഘടനാ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ദ്രൗപദി മുർമു. ജന്മസ്ഥലം ഒഡീഷയാണ്. അതേപോലെ സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി, കാലാവധി തികച്ച ആദ്യ ജാർഖണ്ഡ് ഗവർണർ. ഇതൊക്കെ ആരിൽ നിക്ഷിപ്തമാണ്? ഈ പദവികളൊക്കെ നമ്മുടെ ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ കാര്യങ്ങളാണ്. സ്വാതന്ത്ര്യാനന്തരം ജനിച്ച ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി, അതേപോലെ തന്നെ കാലാവധി തികച്ച ആദ്യ ജാർഖണ്ഡ് ഗവർണറും ആദ്യ തന്നെയാണ് ദ്രൗപദി മുർമു ആണ്. ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് യശ്വന്ത് സിൻഹയാണ്. ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാണ് യശ്വന്ത് സിൻഹ. ഓക്കെ, അടുത്തത് ഉപരാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ളത്. കണ്ടോ, ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക,
ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയാണ് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 63 മുതൽ 71 വരെ. ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതി. വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്നാണ്. വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതിയുടെ 63 മുതൽ 71 വരെയാണ്. അതേപോലെ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നത്. ഇനി രാജ്യസഭയുടെ ഔദ്യോഗിക അധ്യക്ഷനാണ് വൈസ് പ്രസിഡന്റ്. ഇനി വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 65 വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 65. അപ്പൊ 63 to 71 കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തട്ടിക്കോ മക്കളെ, ഏതാ? ഉപരാഷ്ട്രപതിയാ. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരൻ എന്നറിയപ്പെടുന്നതും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന ആളെ കുറിച്ച് പരാമർശിക്കുന്നത് ഏത് ആർട്ടിക്കിളാന്ന് ചോദിച്ചാൽ 63. ഓക്കെ. അപ്പൊ അത്രയും കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ലോക ചരിത്രം, അതായത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെയൊക്കെ ഫ്രഞ്ച് വിപ്ലവം, അതേപോലെ റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തേക്കുന്നതാണ്, വളരെ ഗംഭീരമായിട്ട് ഹോട്ട് ടോപ്പിക്സിൽ വീഡിയോ ചെയ്തേക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ഹോട്ട് ടോപ്പിക്സ് 75 പോയാൽ മതി. വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇത് ഫസ്റ്റ് എന്താണ് ചോദിച്ച ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. ഏറ്റവും റീസെന്റ് സ്റ്റേജ് 3 ചോദിച്ച ചോദ്യമാണ്. ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. അതേപോലെ തന്നെ വില്യം മേരിയും അധികാരത്തിൽ വന്നു. ഇത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം എന്നാണ് ചോദിച്ചാൽ മക്കളെ 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ആധുനിക കാലത്തെ ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിൽ നടന്ന മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലത്തെ വിപ്ലവങ്ങളിൽ ഒന്നാണ് എന്ത്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഈ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ എന്താന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം. അപ്പോൾ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഇംഗ്ലണ്ട് ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു ഏതെന്ന് പറയുന്നത്, ട്യൂഡർ രാജവംശം. ശരിക്കും ഈ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള ഈ പറയുന്ന റഷ്യൻ ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആണെങ്കിലും അമേരിക്കൻ വിപ്ലവം ആണെങ്കിലും ചൈനീസ് വിപ്ലവം ആണെങ്കിലും ഇതെല്ലാം എന്താണ്, അതായത് ജനങ്ങളെ മാക്സിമം അടിച്ചമർത്തിയതിന്റെ പേരിൽ ജനങ്ങൾ എന്താണ് പൊട്ടിപ്പുറപ്പെടുവിച്ച യുദ്ധങ്ങളാണ് ഈ പറയുന്ന എല്ലാം. അതായത് സാധാരണക്കാർക്ക് വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ. ഇംഗ്ലണ്ടിൽ ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി 7 ട്യൂഡർ ഭരണത്തിന് തുടക്കം കുറിച്ചത്. ട്യൂഡർ രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്നു മുതൽ എന്ന് വരെയാണെന്ന് ചോദിച്ചാൽ 1485 മുതൽ 1603 വരെയാണ് ട്യൂഡർ രാജവംശത്തിന്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അധികാരങ്ങളെ നിയന്ത്രിച്ച ട്യൂഡർ രാജാക്കന്മാർ പാർലമെന്റുമായി സഹകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്. ട്യൂഡർ രാജവംശത്തിന് ശേഷം ഭരണം നടത്തിയ രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് പറയുന്നത് 1688 അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഏതൊക്കെ രാജവംശമാണ് ഭരണം നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുവർട്ട് രാജവംശം, അതേപോലെ തന്നെ മറ്റൊരു രാജവംശമാണ് ട്യൂഡർ രാജവംശം. അപ്പൊ സ്റ്റുവർട്ടും അതേപോലെ തന്നെ എന്താണ് ട്യൂഡർ രാജവംശവും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഓക്കെ. ഇനി സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ഭരണകാലഘട്ടമാണ് 1603 മുതൽ 1714 വരെ. സ്റ്റുവർട്ട് രാജാക്കന്മാരിലെ പ്രധാനികളാണ് ജെയിംസ് 1 അതേപോലെ തന്നെ ചാൾസ് 1. നമുക്കറിയാം ആ ഒരു സമയത്താണ് നീണ്ട പാർലമെന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നടക്കുന്നത്. അതായത് നീണ്ട പാർലമെന്റ് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ചാൾസ് 1 ഒപ്പുവെച്ച ശേഷം 1628 മുതൽ അങ്ങനെ ചാൾസ് 1 നീണ്ട 11 വർഷം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്,
നീണ്ട പാർലമെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒപ്പിട്ടതിന് തുടങ്ങിയ എന്താണ് ഈ അധികാരങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹം എന്താണ് കൈവിടുന്നില്ല. വീണ്ടും എന്താണ് ഒരു എന്താണ് മൊണോപ്പൊളിയായി തന്നെ എന്ത് ചെയ്യാണ്, ഭരിക്കപ്പെടുകയാണ്. അങ്ങനെ ആ ഭരിച്ച 11 വർഷത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നീണ്ട പാർലമെന്റ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി. ഓക്കെ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. 17-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ച ഏകദേശം 13ഓളം കോളനികൾ നമുക്കറിയാം. അതിൻ്റെ അകത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ന്യൂജേഴ്സി, വെർജീനിയ, നോർത്ത് കരോലിന, ജോർജിയ തുടങ്ങിയ കോളനികൾ. അങ്ങനെ വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ 13 കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരായി നടത്തിയ സ്വാതന്ത്ര്യമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്, അമേരിക്കൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുദ്രാവാക്യം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ഇനിയും ചോദിക്കാം, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല? താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ചോദിക്കാം, അല്ലെങ്കിൽ ബോസ്റ്റൺ ടീ പാർട്ടി താഴെ പറയുന്നവയിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്, ഒന്നാം കോണ്ടിനെന്റൽ വിപ്ലവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് നടന്നത് 1774-ലാണ്. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. തെക്കേ അമേരിക്കയും മധ്യ അമേരിക്കയും ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ തെക്കേ അമേരിക്കയും അതേപോലെ തന്നെ മധ്യ അമേരിക്കയും ഉൾപ്പെടുന്ന പ്രദേശമാണ് ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ ഭാഷയുമായി ബന്ധമുള്ള പോർച്ചുഗീസ്, സ്പാനിഷ് ഭാഷകൾ സംസാരിക്കുന്നവർ ഇവിടങ്ങളിൽ കുടിയേറി സ്ഥിരം താമസിക്കുന്നത് കൊണ്ടാണ് ഈ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്, ലാറ്റിൻ അമേരിക്ക എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 17-18 നൂറ്റാണ്ടുകളിൽ സ്പാനിഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 17-18 നൂറ്റാണ്ടുകളിൽ സ്പാനിഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കടന്നുകയറ്റത്തിനെതിരെ നടന്ന വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം, അതായത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്, ജോസേ ഡി സാൻ മാർട്ടിൻ, അതേപോലെ തന്നെ ഫ്രാൻസിസ്കോഡോ മിരാഡ, അതേപോലെ സൈമൺ ബൊളീവർ. അപ്പോൾ ഈ 3 പേരാണ് എന്ത്, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് 3 പേരാണ്. ആരൊക്കെയാണ്, ജോസേ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ ഡി മെരാഡ, സൈമൺ ബൊളീവർ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ഫ്രഞ്ച് വിപ്ലവം. അതായത് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രഞ്ച് വിപ്ലവം. ആദ്യത്തെ നമ്മുടെ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലക്കാർക്ക് ചോദിച്ച ചോദ്യമാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പൊ ഇനിയും എന്താണ് ചോദിക്കാം, ഒന്നുപോലെ ചൈനീസ് വിപ്ലവമോ റഷ്യൻ വിപ്ലവമോ ഏതെങ്കിലുമായി ബന്ധപ്പെട്ട് ഇനിയും ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്. ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വിഭാഗം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ. അതായത് രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിന്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിപ്ലവം നടന്ന വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1789-ലാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്, രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിന്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപം, അതിനെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 17-18 നൂറ്റാണ്ടിൽ ഫ്രാൻസിന്റെ അധികാര കേന്ദ്രമായിരുന്നത് വേഴ്സായി കൊട്ടാരമായിരുന്നു. ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ബൂർബൻ രാജവംശം, അതർവൈസ് നോൺ എസ് ബോർബൻ രാജവംശം. സ്റ്റേറ്റ് ജനറൽ ഫ്രാൻസിൽ വിളിച്ചു കൂട്ടിയത് 1789-ലാണ്. അതേപോലെ തന്നെ താഴെ പറയുന്നവയിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. 1789 ജൂൺ 20. ഉപ്പിന് എതിരെ ചുമത്തിയിരുന്ന നികുതിക്ക് പറയുന്ന പേരായിരുന്നു ഗബെല്ലെ എന്ന് പറയുന്നത്. അപ്പോൾ ഗബെല്ലെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഉപ്പിന്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട്
ഫ്രാൻസിൽ ചുമത്തിയ നികുതിയായിരുന്നു ഗബല്ലെ എന്ന് പറയുന്നത്. ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്ന വർഷം എന്നാണ്? 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ ആക്രമണം നടന്നത്. അടുത്തത്, പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനാണ് ആരെന്ന് പറയുന്നത്? വോൾട്ടയർ എന്ന് പറയുന്നത്. വോൾട്ടയറിന്റെ യഥാർത്ഥ നാമമാണ് ഫ്രാങ്കോയിസ് മേരി അറൗട്ട് എന്ന് പറയുന്നത്. നിയമങ്ങളുടെ അന്തസത്ത, ഫസ്റ്റ് എക്സാമിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് നിയമങ്ങളുടെ അന്തസത്ത. സ്പിരിറ്റ് ഓഫ് ലോ എന്നറിയപ്പെടുന്ന താഴെ പറയുന്നവയിൽ ആരുടെ ഗ്രന്ഥമാണ്? മൊണ്ടസ്ക്യൂവിന്റെ ഗ്രന്ഥമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂയി 16. ലൂയി 16 ഭാര്യയുടെ പേരായിരുന്നു മേരി അന്റോണിയറ്റ്. ഈ മേരി അന്റോണിയറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രമുഖമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു. ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന പ്രസ്താവനയിലൂടെ വളരെയധികം എന്താണ് പ്രശസ്തി ആർജിച്ച, കുപ്രസിദ്ധി ആർജിച്ച സ്ത്രീയാണ് ആരെന്ന് പറയുന്നത്? മേരി അന്റോണിയറ്റ്. അതേപോലെ തന്നെ എന്താണ്? വൈഡൂര്യമാല വിവാദവുമായി ബന്ധപ്പെട്ട രാജ്ഞി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? മേരി അന്റോണിയറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ എന്താണ്? എനിക്ക് ശേഷം പ്രളയം, അതേപോലെ തന്നെ ഞാനാണ് രാഷ്ട്രം എങ്ങനെ പറഞ്ഞു? ആ രണ്ടുപേരും ആരൊക്കെയാന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. റഷ്യൻ വിപ്ലവം. ലോകത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? റഷ്യൻ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. 20-ാം നൂറ്റാണ്ടിൽ റഷ്യയിൽ നടന്ന വിപ്ലവങ്ങളുടെ പരമ്പരയാണ് എന്തെന്ന് പറയുന്നത്? റഷ്യൻ വിപ്ലവം. രക്തരൂഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത് 1905 ജനുവരി 9. ഫെബ്രുവരി വിപ്ലവം നടന്നത് 1917 മാർച്ചിലാണ്. തെമ്മാടിയായ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാസ്പുട്ടിനാണ് തെമ്മാടിയായ സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത് ലെനിനാണ്. നമുക്കറിയാം റഷ്യൻ വിപ്ലവമൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏറ്റവും PSC ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഓടിച്ചൊന്ന് പറഞ്ഞു പോയത്. അടുത്തതാണ് ചൈനീസ് വിപ്ലവം. ചൈന ഭരിച്ച അവസാന രാജവംശമായിരുന്നു ഏതെന്ന് പറയുന്നത്? മാഞ്ചു രാജവംശം. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്ത ലഹരി പദാർത്ഥത്തെയാണ് നമ്മൾ കറുപ്പ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്ത ലഹരി പദാർത്ഥമാണ് എന്ത്? കറുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കറുപ്പ് യുദ്ധം നടന്ന കാലഘട്ടമാണ് 1839 മുതൽ 1842 വരെയാണ് കറുപ്പ് യുദ്ധം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത്. തുറന്ന വാതിൽ നയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് തുറന്ന വാതിൽ നയം. അടുത്തതാണ് ബോക്സർ കലാപം നടന്ന വർഷം 1900. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്ട് 1 നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള ചോദ്യങ്ങൾ, അതായത് നീതി ആയോഗ്, അതേപോലെ തന്നെ ഹരിത വിപ്ലവം, അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന വിവരാവകാശം, ദേശീയ വിവരാവകാശം, അതേപോലെ തന്നെ എന്താണ് ദേശീയ വനിതാ കമ്മീഷൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഫിസിക്സിലെ കുറച്ച് ചാപ്റ്റേഴ്സ്, അങ്ങനെയെല്ലാം ആയിട്ട് മറ്റൊരു വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കും അതേപോലെ തന്നെ എന്താ മറ്റുള്ളവർക്കും എന്ത് ചെയ്യുക, ഈ ഒരു ചാനലും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് കാണുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്താൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇനിയും നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 1K ലൈക്കെങ്കിലും ആകുമ്പോൾ ഞാൻ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. കാരണം അത്രയും മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ എന്താണ് എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1K ലൈക്ക് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വീഡിയോൻ്റെ ഞാൻ PDF നോട്ട് നമ്മുടെ ചാനലിലേക്ക് എന്ത് ചെയ്യാം,
നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.